ഹായ് കൂട്ടുകാരെ, ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. കുറേ വിചാരിച്ചിരിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായി. അതാ കാരണം. ഓണമായിട്ട് ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം. കുറച്ച് നമ്മളാവശ്യത്തിന് വേണ്ടിയിട്ട്. എല്ലാ വർഷവും ഇപ്പം എല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പാക്കറ്റ് സഹിതം. അതുകൊണ്ട് വാങ്ങിക്കുന്നു. പണ്ട് ഞങ്ങളെയൊക്കെ കൊച്ചിലെ എല്ലാ പലഹാരങ്ങളും വീട്ടിലുണ്ടാക്കും. അത്തം തുടങ്ങുമ്പോൾ ആദ്യം അച്ചപ്പം ഉണ്ടാക്കുന്നത്. അച്ചപ്പം, മുറുക്ക്, കളിയടയ്ക്ക, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കും. പിന്നെ ഞങ്ങളുടെ കൊല്ലക്കാരെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് അരിയുണ്ട. അത് ഒരു ഒന്നൊന്നര ദിവസത്തെ ജോലിയാണ്. ഒരു വർഷത്തെ ഈ വർഷം അരിയുണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അടുത്ത വർഷം ഓണം വരെ അത് കേടാവാതിരിക്കും. നല്ല പണിയാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റും അതുപോലെയാണ്. ഇപ്പം അരിയുണ്ടയൊന്നും കാണാൻ പോലുമില്ല. ഇപ്പം എല്ലാവരും പാക്കറ്റ് കണക്ക് മേടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതാ അവൾ പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റ് ഓണമായിപ്പോൾ. അപ്പോഴും ഒരാഗ്രഹം കായ ഉപ്പേരി വീട്ടിലുണ്ടാക്കും. അങ്ങനെ അവൾക്ക് പനിയും കൂടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചുമയും പനി എത്ര നാൾ കൊണ്ട് തുടങ്ങി. എനിക്ക് ആഗ്രഹമാണ് സാധിച്ചു. കുറച്ച് അത്യാവശ്യത്തിന് പേടിച്ച് എൻ്റെ എല്ലാം തൊലി പൊളിച്ച്. ആദ്യം നമ്മൾ ഈ തൊലി പൊളിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെള്ളത്തിലിട്ട് വെക്കണം, അതിൻ്റെ കറ. എന്നിട്ട് വേണം അതിന് ഉപ്പേരി ഉണ്ടാക്കാൻ. ഉപ്പേരിക്ക് അരിഞ്ഞ് കഴിഞ്ഞ് ഉരുളി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ട് അരിഞ്ഞ ഉപ്പേരിക്കുള്ള കായ ഇതിനകത്ത് ഇടണം. ഇടാൻ പോവാ. ഇട്ടോ, കൊരെണ്ണ ഇട്ടോക്ക്. ഓ, ദേഹത്ത് തെറിക്കല്ലോ. പതുക്കേട് ഇങ്ങനെയാണ് ഇടുന്നത് ബെസ്റ്റ്. ആദ്യമായിട്ട് ഇടുവാണെങ്കിലും രണ്ടാമതായിട്ട് ഇടുവല്ലോ. പതുക്കെ കൈ എണ്ണയിൽ കൊണ്ടിടരുത്. ആ മതി. ചോന എണ്ണ പിന്നെ വെള്ളത്തിൽ തൊടരുത് കൈ. വെള്ളം തെറിക്കരുത്. അതിപ്പോഴേ ഒഴിക്കരുത്. എല്ലാം അറിയാം, ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്ത് അതിട്ട് കിണ്ടല്ലേ പതുക്കെ മൂക്കട്ടത് ഒന്ന് ഇതാവട്ടെ. ഇളകി വരട്ടെ ചൂടാവുമ്പം. കൊച്ചിന് അത് ഒട്ടത്തില്ല. അത് നീ ഒന്ന് സമാധാനപ്പെട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇളക്കിയിട്ട് കുറച്ച് ഇച്ചിരി കൂടുതൽ ഉപ്പിട്ട് ഒരു 2-3 സ്പൂൺ ഉപ്പും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ച് അത് ഇതിൻ്റെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് 2-3 സ്പൂൺ ഒരു സ്പൂണും കൂടെ മതിയാവും. കുറച്ച് കായുള്ളൂ. മതി. ഇനി എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഇതിൻ്റെ ഇത് മൂപ്പിച്ചെടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം അടുത്തതിനൊഴിക്കാൻ. ആദ്യം നമ്മൾ ഈ ഉപ്പ് ഒഴിച്ച് കഴിയുമ്പോഴേ കുറച്ച് ഉപ്പിൻ്റെ അംശം അതിൽ കാണും. അടുത്തതിന് ഉപ്പ് കുറവേ ഒഴിക്കാവുള്ളൂ. മുക്കട്ട് ഇത് മൂത്ത് വരുമ്പോൾ ഈ കലപില സൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ കിടന്നുകൊണ്ടുണ്ടാക്കുന്ന ഇതിൻ്റെ സൗണ്ട് അതങ്ങ് നിശ്ചലമാവും. അപ്പോഴത് മൂത്തെന്നുള്ള നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഇതൊന്ന് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കായേ. കൈ കുഞ്ഞിതാണ്. അവളെ കൈ കുഞ്ഞിതാണ്. ശരീരം വലുതാണ്, കൈ കുഞ്ഞാണ്. ആഗ്രഹമല്ലേ ഉപ്പേരി. ആദ്യമായിട്ട് ഓണത്തിന് ഉപ്പേരി വറുക്കുമായത്. നമുക്കിതൊക്കെയല്ലേ സഹായിച്ചു കൊടുക്കാൻ പറ്റൂ. കൊച്ചാഗ്രഹം. എന്ത് ചെയ്യാനാ കൂട്ടുകാരെ, ഇത്തവണ ഓണം ഒരുപാട് ഞാൻ പ്രതീക്ഷയോടെ ഒരുപാട്. എൻ്റെ അനിയന് വയ്യാതായിപ്പോയി പെട്ടെന്ന്. അവന് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡാണ്. അതൊക്കെ കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും അന്ന് നമ്മളങ്ങ് മാനസികമായിട്ട് ഒരുപാടങ്ങ് ഞങ്ങളിതായിപ്പോയി. ഓണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ അവളിങ്ങനെ പറഞ്ഞതിനും വേണ്ടി മൂക്കട്ടതിട്ട് ഇതാക്കാതെ അവളതിനെ മൂക്കാൻ സമ്മതിക്കത്തില്ല. അത് തട്ടരുത്. ഇത് എണ്ണ ഇങ്ങോട്ട് കമരും. അത് മൂക്കട്ട്. ആ മണമൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. മൂക്കിനകത്ത് മണം അടിക്കുന്നില്ല.
മാറി മാറി കുറേ നാളായി ചുമ വന്നു, ആൻറ്റിബയോട്ടിക് കഴിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളായി കഴിച്ചു. ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേർക്കും വയ്യ ചുമ. എങ്ങനെ ആയിത്തീരുന്നു ഇങ്ങനെ ഇട്ട് ഇതാക്കാതെ അത് മൂക്കട്ട്. അവളത് കിളിപ്പില്ല കിളിയോ? കിലിക്കിലിപ്പൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് എപ്പോഴും ഇതാവുന്നുണ്ട്. അതങ്ങ് ചില സൈലൻ്റ് ആകും. ആ പതയെല്ലാം പോവും. ദേഹത്തോട്ട് വീഴല്ല എണ്ണ മാറ്റിപ്പിടിയത്. എന്തൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഉപ്പേരി എണ്ണയിൽ കിടന്ന് മൂക്കുക. കുല്ലാന്ന് എൻ്റെ അടുക്കളയായത് കേട്ടോ, കുഞ്ഞടുക്കള. പുറത്തെ ശേഷം ഇരുട്ട. അടുത്ത വീടൊക്കെ മറ്റേ കണ്ണാപ്പം അധികം കേട്. ഇതിനകത്ത് ഇതാണ് ഈർപ്പം ഉണ്ടോന്ന് നോക്ക്. ഞാൻ കഴുകിയൊക്കെ വെച്ചായിരുന്നു ഈർപ്പം പോകാൻ. അത് ഈർപ്പം ഉണ്ട് കണ്ട, പടപട പൊട്ടുന്നുണ്ട്. പിന്നെ ഇത് ചീത്തയായി പോകുന്നൊന്നും പേടിക്കണ്ട, ഒരുപാട് വെച്ചേക്കാനൊന്നുമില്ല. ആ 3 ദിവസം കൊണ്ട് ഇവിടെ ഇത് തീർക്കും. ഓളത്തിനിരുന്നാൽ മതി. കുറച്ചേ ഉള്ളൂ, കുറച്ച് കായ വാങ്ങിച്ചു. എന്നാ വില കായ്ക്കൊക്കെ. പണ്ട് ഓണമാകുമ്പോൾ എല്ലാ വീടുകളിലും കായൊക്കെ ഇഷ്ടം 3-4 കൊല വെട്ടി വയ്ക്കും. ഈ കായ ഒരു ഉച്ചയാകുമ്പോൾ പെണ്ണുങ്ങൾ ഉച്ചക്കത്തെ വീട്ടിൽ നോക്കട്ടെ ഒന്നേ. അവളത് നോക്കാനും സമ്മതിക്കത്തില്ല. നിൽക്കെന്ന് പറഞ്ഞാൽ അത് മൂത്തൊന്നും നോക്കണ്ടേ, കരിഞ്ഞു പോകരുതത്. ഇച്ചിരി കൂടെ മൂക്കണം അത്. രണ്ടാമത്തെ ട്രിപ്പ് പെട്ടെന്ന് മൂക്കും. എന്നുവെച്ചാൽ എണ്ണ നല്ല ചൂടായി കിടക്കുമല്ലേ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതാ. ഏത്തക്കൊല വീടുകളിൽ തന്നെ കാണും. വെട്ടിവെച്ച ഉച്ചയാകുമ്പം അമ്മമാർ ചോറും കറിയൊക്കെ വെച്ച് കഴിയുമ്പം അന്നെല്ലാം എൻ്റെ വീട്ടിൽ ഞാൻ അമ്മായിമാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്ന്, കൂട്ടുകുടുംബം. അപ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെറ്റ് ആളുകൾ ഇത് അരിയാനിരിക്കും. അരിഞ്ഞത് ചെയ്യും. അടുത്ത സെറ്റ് ആളുകൾ വറുത്ത് കോരാനിരിക്കും. എന്തോരം ഉപ്പേരിയാണ് വറക്കുന്നത് ഓണത്തിന്. ഇപ്പം ആരും ഉപ്പേരി ഇല്ല. ഇപ്പം എല്ലാം ഇവിടെ തന്നെ കിട്ട്. ഇപ്പം നമുക്ക് മതി കോര് മൂത്തെന്ന് തോന്നുന്നു. എണ്ണ കമരല്ലേ പാറു. 600 രൂപ കൊടുത്ത കിറ്റ്. എല്ലാ പലഹാരം, അച്ചപ്പം, ഉപ്പേരി, മുറുക്ക് എല്ലാം ഉണ്ട്. പിന്നെ അപ്പോഴെല്ലാവരും വിചാരിക്കും അതങ്ങ് മേടിക്കാൻ മെനക്കെടണ്ടല്ലോ, ഇച്ചിരി മൂത്ത് പോയി ഇച്ചിരി പതുക്കെ. ഇതൊക്കെ നീ വെപ്രാളം കാണിക്കല്ലേ. എണ്ണ പതുക്കെ വേണം. എണ്ണയൊക്കെ തെറിച്ച് ദേഹത്തോടെ കമർന്നുണ്ടല്ലോ. എനിക്ക് വെപ്രാളമുണ്ട്. അതുപോലെ ഇടുന്നതും സൂക്ഷിച്ചിടണം. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞങ്ങളാദ്യം ഒരു ഉപ്പേരിക്കകത്ത് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി കേട്ടോ. അത് മാറ്റി വയ്ക്കാം, ഇലയിൽ വിളമ്പാൻ എടുക്കാം. ചോറിൻ്റെ കൂടെ ആകുമ്പോൾ അത് ബാലൻസ് ചെയ്യും. അതുകൊണ്ട് അടുത്തതിൽ ഞങ്ങൾ കുറച്ച് ഉപ്പ് കുറച്ച് വെച്ച്. ഓക്കെ, അങ്ങനെ ഒരു ഉപ്പേരിക്കഥയുടെ വിശേഷം ഇവിടെ ഇന്ന് അടുത്ത വീഡിയോ ഇടാം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ ഓണാശംസകൾ.